My dear beautiful boys and beautiful girls, I'm JOBY VAYALUNKAL. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥിരം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഒരേപോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മറ്റൊന്നുമല്ല താരൻ എന്ന് പറഞ്ഞത്. സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ എന്ന ഒരു ഭേദമന്യേ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് താരൻ എന്ന് പറഞ്ഞത്. ഒരു വിഭാഗം ആൾക്കാർ അത് പറഞ്ഞു വരുന്നത് താരൻ ഒരു അസുഖമല്ല, താരൻ തലയോട്ടി ഡ്രൈ ആയി ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെ. അങ്ങനെ വേണമെങ്കിൽ പറയാം, അത് സത്യമാണ്. താരൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ തലമുടി അല്ലെങ്കിൽ തലയോട്ടി ഡ്രൈ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു ഫംഗസ് തന്നെയാണ്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു അസുഖമാണ് അല്ലെങ്കിൽ രോഗമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതല്ലാത്തവര് പറയുന്നത് ഡ്രൈ ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ് പറയാം. എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്കിതൊന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇറിറ്റേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയാതെ അറിയാം. അതല്ലെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് ഡ്രസ്സ്, ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട ശേഷം തലമുടി ഒന്ന് ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പടപടപടപടേന്ന് ഇവിടെയൊക്കെ വരും. ഏതെങ്കിലും ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ താരനൊക്കെ നിറഞ്ഞ ആകെപ്പാട് ഇറിറ്റേഷന് അതിന്റെ ചൊറിച്ചിലും വേറെയും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് താരനെ കളയാനുള്ള മാർഗം. ഓക്കെ ഗൈസ്, അപ്പൊ എന്താണ് ഒട്ടും താമസിക്കണം, നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. വെൽക്കം ടു മൈ ചാനൽ ജോബി വായലുങ്കൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ തലയിലെ താരൻ നശിപ്പിച്ച് കളയാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നാലും അതിനാവശ്യമുള്ള നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല, നമ്മുടെ നവരത്ന ഓയിലാണ്. എല്ലാവർക്കും അറിയാവുന്ന നവരത്ന ഓയിൽ നമ്മൾ തലമുടിയിൽ സാധാരണ ഇത് തേക്കാറുണ്ട്. എന്തായാലും ഒരു ആയുർവേദ ഉൽപ്പന്നം തന്നെയാണ് ഈ ഒരു നവരത്ന ഓയിൽ. അത് പ്രത്യേകം ഇവിടെ എഴുതിയിട്ടുണ്ട്. തലമുടിക്ക് അല്ലെങ്കിൽ നല്ല കൂളായി കിട്ടാൻ വേണ്ടിയൊക്കെയാണ് സാധാരണ ഇതിൽ ഇത് ഉപയോഗിക്കാറുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിലെ മുറുക്കാൻകടയിലൊക്കെ വേണമെങ്കിൽ ചെറിയ സാഷ കിട്ടും. ആ സാഷയാണെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഒരു നേരത്തേക്ക് ആ സാഷ തന്നെ ഉപയോഗിച്ചത് വളരെയധികം ധാരാളം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബോട്ടിൽ മേടിക്കണം ഒരു നിർബന്ധവുമില്ല. ചെറിയ ബോട്ടിലാണെങ്കിലും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. എവിടെയാണെങ്കിലും ഇത് വളരെയധികം അവൈലബിൾ ആണ്. ഒരു 2 സ്പൂൺ നവരത്ന ഓയിൽ എടുക്കുന്നു. 2 സ്പൂൺ നവരത്ന ഓയിൽ. ഓക്കെ, അപ്പോൾ നവരത്ന ഓയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് സാധാരണ നമ്മുടെ നാരങ്ങയാണ്. സാധാരണ നാരങ്ങ നമുക്കറിയാം ഒരു സിട്രിക് ആസിഡിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് താരനെ കളയാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നു. പക്ഷേ നാരങ്ങ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സിട്രിക് ആസിഡിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈ ആകാനും സാധ്യതയുണ്ട് നമ്മുടെ തലയോട്ടി. അപ്പോൾ ഈ തലയോട്ടിയിലാണ് ഈ താരൻ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഡ്രൈ ആവാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഈ നവരത്ന ഓയിൽ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നവരത്ന ഓയിൽ ആയുർവേദ ഗുണങ്ങളും നമ്മുടെ മുടികൾക്ക് വളരെയധികം ഗുണവും ചെയ്യും. മുടി വളരുന്നതിനും അതോടൊപ്പം തന്നെ താരൻ കളയുന്നതിനും നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 2 സ്പൂണോളം സെയിം ഈക്വൽ എമൗണ്ടോളം നമുക്ക് നാരങ്ങ നീരും ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 സ്പൂൺ നമ്മൾ നവരത്ന ഓയിൽ എടുത്തെങ്കിൽ 2 സ്പൂൺ ഈ നാരങ്ങയും കൂടി എടുക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടി ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഒരു 4-5 മിനിറ്റ് നേരം ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാൻ സമയം കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മുടെ നാരങ്ങയും അതോടൊപ്പം തന്നെ ഈ നവരത്ന ഓയിലൂടെ ശരിക്കും ഒന്ന് മിക്സായി ഒന്ന് സെറ്റ് ആവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് രണ്ടും കൂടി ശരിക്കും നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കേണ്ടത് വളരെയധികം സിമ്പിളാണ്. ഞാനത് കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു മിക്സ്, അതായത് നമ്മുടെ ലൈമും അല്ലെങ്കിൽ ലെമണ് അതോടൊപ്പം തന്നെ നവരത്ന ഓയിലിൻ്റെയും കൂടെ ഈ ഒരു മിക്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുക. ഇത് ഉപയോഗിക്കേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് ശരിക്ക് തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ശരിക്ക് മസാജ് ചെയ്യുക. സാധാരണ നമ്മൾ എണ്ണ എങ്ങനെ തലമുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നു അതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. ശരിക്കും ആഴത്തിൽ തലയോട്ടിയിലേക്ക് ചേർന്ന് പിടിക്കുന്ന രീതിയിൽ ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ശരിക്കും തലമുടിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം സാവധാനം കൈകൊണ്ട് ഒന്ന് മസാജ് ചെയ്യുക. കൈകൊണ്ട് മസാജ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു എണ്ണ ശരിക്കും നമ്മുടെ തലയോട്ടിയിലൊക്കെ ആകും. അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ തലയോട്ടിയിൽ നടക്കും. സോ അത് നമ്മുടെ മുടിയുടെ വളർച്ചയും നല്ലതാണ്, അതുപോലെ താരൻ കളയാനും നമ്മൾ ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. അരമണിക്കൂർ. ഓക്കെ, അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് സാധാരണ കുളിക്കുക. ആ സമയത്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു ഉപയോഗിക്കാം, പക്ഷേ ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ അല്പം മാത്രം ഷാമ്പു ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഷാമ്പു ഇട്ട് ഈ ഒരു ഓയിലിൻ്റെ മോയ്സ്ചറൈസിങ് നിങ്ങൾ കളയാതിരിക്കുക. അതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം താരനെ നമുക്ക് എപ്പോഴും അവോയ്ഡ് ചെയ്യണമെങ്കിൽ മോയ്സ്ചറൈസിങ് അത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷാമ്പൂവിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടീഷണർ, നമുക്കറിയാം കണ്ടീഷണർ മേടിക്കാൻ കിട്ടും ഷാമ്പൂവിന്, ആ കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മോയ്സ്ചറൈസിങ് കിട്ടുകയും ചെയ്യും. ഇതൊരാഴ്ചയിൽ 2 തവണ, ഇങ്ങനെ ഒരാഴ്ചയിൽ 2 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% എന്തിനാ നിങ്ങൾ ആദ്യത്തെ ഒരു ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു താരൻ്റെ ഉണ്ടാകുന്ന ശല്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ. കാരണം തലമുടി നല്ല കൂളാവും. അതോടൊപ്പം തന്നെ സിട്രിക് ആസിഡിന്റെ അംശങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളത് നാച്ചുറലായിട്ട്, നാരങ്ങ നാച്ചുറലായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു നാരങ്ങ നീര് നല്ല രീതിയിൽ താരനെ മാറ്റാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ താല്പര്യമുള്ള എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാമെന്നുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയയുടെ ഗുണം കിട്ടുമെന്നുള്ള കാര്യം ഒരു സംശയമില്ലാതെ. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വയലുങ്കൽ. അതുവരേക്കും ഷോപ്പായി. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലുങ്കൽ.